guys, welcome back to my channel and welcome to day 2 of our Goa vacation vlog. രാവിലെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റത് കാരണം തലേ ദിവസം നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, പിന്നെ ലേറ്റ് ആയിട്ട് എണീറ്റുകൊണ്ട് എനിക്ക് തോന്നിയുമില്ല. പക്ഷെ അവരൊക്കെ കഴിക്കാൻ പോയി. അവർ കഴിച്ചിട്ട് വരുന്ന വഴിയാണ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. എന്തിനാ ഫുഡ് കഴിക്കുക, പിന്നെ പോയി ഫുഡ് കഴിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോയ്സ് ഇവിടെ അടുത്തെവിടെയോ പോവാന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോയി. ഞങ്ങൾക്ക് 3 പേർക്കും പുറത്ത് പോകാനുള്ള മൂഡ് ഉണ്ടായില്ല. റൂമിലിരുന്ന് ചില്ല് ചെയ്യാനുള്ളൊരു മൂഡായിരുന്നു കേട്ടോ. കാരണം പുറത്തെത്തി മഴയൊക്കെ പെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു കോസി വൈബ് പിടിക്കാമെന്ന്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി മീറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ കുറേ ഉണ്ട് ക്യാച്ചപ്പ് ചെയ്യാൻ. അപ്പം ഞങ്ങളുടെ പരിപാടി അതായിരുന്നു. അഖിലേട്ടൻ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരത്തെ ഇല്ലാണ്ടായി. അങ്ങനെ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ബിക്കോസ് ഐ വാസ് നോട്ട് ഫീലിംഗ് ഹംഗ്രി. ഇന്നലെ ലേറ്റ് നൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ബ്രഞ്ചിനാണ് ഞാൻ പോകുന്നത്. വൈഷു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ച് എത്തി. പക്ഷെ ഇപ്പോൾ ബ്രഞ്ചിന് എൻ്റെ കൂടെ വരികയാണ്. പക്ഷേ ബ്രഞ്ച് എന്ന് പറയാൻ പറ്റില്ല, പ്രോപ്പർ ലഞ്ച് 2 മണി ആവാറായി. സോ നമുക്ക് കഴിക്കാൻ പോവാം. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, പൂളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാരണം പൂളിൽ ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പൂളിൽ പോകണം. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. വെരി ഫ്ലോയി എയറി ഒരു ഡ്രസ്സ്. പിന്നെ നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ പോകണം. ഇന്നും സൺസെറ്റ് കാണാൻ പോകണമായിരുന്നു. സൺറൈസ് കാണണം എന്ന് ഓർത്തിരുന്നു ഞാൻ, പക്ഷെ അങ്ങോട്ട് എത്തിയില്ല. 9 മണിയായി ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും. സോ ലഞ്ചിന് പോവാം. ടേബിൾ ഡിസൈഡ് ചെയ്യാനാണ് ഇവിടെ. നല്ല അടിപൊളി സ്പ്രെഡ് ആയിരുന്നു കേട്ടോ ബ്രഞ്ചിന്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തെടുക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും, അത്രയേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറച്ച് ലൈവ് സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, അതായത് പ്രോൺസ് ഗ്രില്ല് ചെയ്ത് തരുന്നത്, പിന്നെ കാലമാരീസ് ഫ്രിറ്റേഴ്സ്, പിന്നെ പ്രോൺ ഫ്രിറ്റേഴ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മൾ കഴിക്കുവാണ്. എന്തായിരുന്നു സ്റ്റോറി? എന്നായിരുന്നു കള്ളി ഒരു ബുഫേ ആയിട്ടും എല്ലാവരും ഇതിനകത്ത് കഴിട്ട് വരുക. അതെ, ഒരു ബുഫേ എടുത്താൽ മതിയായിരുന്നു. അത് വേണ്ടെന്ന് അഖിലേട്ടൻ പറയണു. സത്യം, ചിക്കൻ ബിരിയാണിയിലെ പൊട്ടറ്റോ കഴിച്ചോണ്ടിരിക്കുക. നൈസ് കളക്ഷൻ. ഏതായോന്ന് നല്ലൊരു ബ്രഞ്ചൊക്കെ കഴിഞ്ഞ് വയറ് ഫുള്ളായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിനിടയ്ക്ക് നമുക്ക് അപ്ഗ്രേഡ് കിട്ടി. സോ എന്താണ് പറഞ്ഞു, എക്സിക്യൂട്ടീവ് സ്വീറ്റ് റൂമിലേക്ക്. സോ അപ്ഗ്രേഡിൻ്റെ കീസ് കളക്ട് ചെയ്തിട്ട് നമ്മളെ അവർ റൂംസ് മാറ്റും. സോ ജസ്റ്റ് ഫോർ ദ ഡേ നമ്മൾ അപ്ഗ്രേഡഡ് റൂമിലാണ്, സ്വീറ്റ് റൂമിലാണ്. ഞങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോഴത്തേക്കും പലപ്പോഴും ആ എക്സൈറ്റ്മെൻറ്റിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും കൂടി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും പിടിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 10 years ആയിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോർ ഓൾ ദി അമേസിങ് പീപ്പിൾ അറൗണ്ട്. ഞാൻ ഇച്ചിരി നേരം അവിടെ കിടന്ന ഒരു പവർ നാപ്പൊക്കെ എടുത്തു പോയേ. എൻ്റെ ദൈവമേ, ഉറങ്ങിപ്പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഭയങ്കര ക്ഷീണം. എന്തിനറിയില്ലേ, കുറേ നേരം തിന്നിട്ടും പിന്നെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടുള്ള ക്ഷീണമാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. വൈഷ്ണവ കാർഡ് എവിടെയോ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ തപ്പാൻ പോയിട്ടുണ്ട്. ഇപ്പം എടുത്തുകൊണ്ട് വന്ന കാർഡാണ് റിസപ്ഷൻ. കാരണം ചെക്കൗട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ സെക്കൻഡ് ഡേ കാർഡ് ആക്സസ് പോയി. അപ്പം വീണ്ടും ആ കാർഡൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അപ്ഗ്രേഡും കിട്ടുന്നുണ്ട്. അപ്പോൾ റൂം മാറണം. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ വൈഷു ആ കാർഡ് കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് തപ്പാൻ. പോയിട്ട് വരട്ടെ. നല്ല ഉറക്കം വന്നതിന് നമ്മൾ പൂളിലേക്ക് ചാടാൻ പോവുകയാണ്, കുതിച്ച് ചാടാൻ. സോ അതിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇന്നിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. സൺസെറ്റ് കാണാൻ പോകണം. അഞ്ചുവേച്ചി അഖിലേൻ്റെ ആനിമൽ ഫ്ലോ കാണാറുണ്ട്, വർക്കൗട്ട്. അപ്പോൾ അതും അവർ കാണിക്കുവാണെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ. രസമായിരിക്കും. കുഞ്ഞിക്കാം, വേറെ പോയി വൈഷുദേ കാട് കാണാനില്ല പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പുള്ളി പോയിട്ട് വരട്ടെ, നമുക്കിവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് 5 വയസ്സ് നമ്മുടെ നല്ല ഫോട്ടോസ് എടുത്തേ.
അപ്പം ഞാൻ കാണിച്ചു തരാതെ ഇവിടെ കൊടുത്തേക്കാം. അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സ്വിമ്മിങ്ങിന് പോകാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഓക്കെ? ആ കീ കിട്ടിയടക്കം ഇറങ്ങാ. അപ്പോ സെലി അതാരാ ചെയ്ത് കുഞ്ഞു? That is so cute. Hello, who are you, Pinky? That's so cute, no? ആരാണ് നീ കണ്ണടയൊക്കെ വെച്ചിരിക്കണേ? Who are you? Who are you? നീ പറയാനുണ്ടോ? Such a laugh we had. അവര് റൂം സർവീസിന് വന്നവരെ ചെയ്ത് വെച്ചിട്ട് പോയതാണ്. സച്ച് ക്രിയേറ്റിവിറ്റി. അടിപൊളിയായിട്ടുണ്ട്. ഒരു പഗ് ഇരിക്കണ പോലെ. നമുക്ക് സ്വിം ചെയ്തിട്ട് വരാം. Let's go swimming. ഞാൻ എൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും നീന്തി തുടിക്കുന്ന വിഷ്വൽസ് എടുക്കാൻ. ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും ആരും റെഡി ആയിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മുന്നോട്ട് നടക്കാം, അവർ ജോയിൻ ചെയ്യട്ടെ എന്ന്. ഇവിടെ 2 പൂൾസ് ആണ് കേട്ടോ ഉള്ളത്. ഒരെണ്ണം ഭയങ്കര വലുതാണ്, അതിനൊരു 8 feet ഒക്കെ ഡെപ്ത് വരും. മറ്റേത് ഒരു കുഞ്ഞു പൂളാണ്. കുഞ്ഞു പൂളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊരു സെക്ലൂഡഡ് ഏരിയയിലാണ് കേട്ടോ. അധികം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. വലിയ പൂളിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് എന്തോ ആ ഡെപ്തിലേക്ക് ഇറങ്ങണം എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ആദ്യം അവിടെ ഇറങ്ങാന്ന്. നമ്മൾ ഇവിടെ നീന്തി തുടിക്കാന്ന് വിചാരിച്ചു. പ്ലാൻ. അങ്ങനെ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് സ്വിമ്മിങ്ങിന് റെഡി ആയിട്ട് നമ്മൾ എടുത്ത് ചാടാൻ പോവാണ്. ഞാനൊരു സെൽഫ് ടോട്ട് സ്വിമ്മറാണ്. ഞാൻ യൂട്യൂബ് നോക്കിയാണ് സ്വിമ്മിങ് പഠിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ചിരിയാണ്, ചിലർക്ക് അതിശയാണ്. യൂട്യൂബ് നോക്കി എങ്ങനെയാണ് സ്വിമ്മിങ് പഠിക്കാതെ? പക്ഷെ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അമ്മയും അപ്പയും നല്ലോണം സ്വിമ്മ് ചെയ്യും കേട്ടോ. അടിപൊളി സ്വിമ്മേഴ്സാണ് അവർ. ഓഫ് കോഴ്സ് നാട്ടിൻപുറത്ത് വളർന്നവർ. നമ്മളുടെ പലരുടെയും പേരൻസ് ഭയങ്കര സ്വിമ്മേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, ഇതൊരു ലൈഫ് സ്കില്ലാണ്, എന്തായാലും പഠിച്ചിരിക്കണം എന്ന്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്നെയും ചിപ്പീനെയും കൊണ്ട് അമ്മയും അപ്പയും കൂടി ആലുവ പുഴയിൽ പോയത് പഠിപ്പിക്കാൻ സ്വിമ്മിങ്. ഞാൻ ബാംഗ്ലൂർ വന്നിട്ടാണ് സ്വിമ്മിങ് പഠിക്കണേ. ബാംഗ്ലൂർ ഞാൻ റെന്റിന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പൂളുണ്ടായി, അധികാരം യൂസ് ചെയ്യാത്ത. അവിടെയാണ് ഞാൻ സ്വിമ്മിങ് പഠിക്കുന്നതും പിന്നെ പ്രാക്ടീസ് ചെയ്തതും ഒക്കെ. നമ്മളിത് അവിടുത്തെ പൂള് വിട്ടിട്ട് ഈ കുഞ്ഞു പൂളിൽ തന്നെ വന്നു കേട്ടോ. ബിക്കോസ് അവിടുത്തെ പൂള് വാസ് ഗെറ്റിംഗ് വെരി ക്രൗഡഡ്. അപ്പോൾ നമ്മൾ ഓർത്തു 7 o'clock പൂള് ക്ലോസ് ചെയ്യും. സോ അതിന് മുന്നേ ഇവിടെ കുറച്ച് നീന്തി തുടിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന്. ഈ പൊക്ക് അതിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പൂളിന്റെ പകുതി എത്തി. സോ അതൊരു കോമ്പറ്റീഷനിലില്ല. അതെ കുഞ്ഞിവാ. റെഡി 1 2 3 go. ഇതൊരു ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷനേ അല്ല. കാരണം എല്ലാം തെങ്ങ് പോലെയാണ് വളർന്നു നിൽക്കണേ. ഞാനാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഹൈറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് നല്ലോണം ഉണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നീന്തി കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കിഡിലൊരു നീന്തൽ സെഷൻ കഴിഞ്ഞ് നീന്തൽ ഗെയിംസ് എന്തൊക്കെയോ ഗെയിംസ് കളിച്ചു. ഞങ്ങൾ തന്നെ റൂൾസ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഗെയിംസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേ റൂമിലേക്ക് തിരിച്ചെത്തി. ഒന്ന് കയറി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മളുടെ പുതിയ റൂമിലേക്ക് പോകുന്നതാണ്. ബാക്കി അവിടെയാണ് ചില്ലിങ്. രാത്രി വേറെ പരിപാടികളൊന്നുമില്ല. ഓൾറെഡി 8 മണിയായി. ഇനി ഫുൾ ചില്ലിങ്, ഭക്ഷണം കഴിക്കുക, കുറേ വർത്താനം പറയുക, ഇന്നലത്തെ പോലെ കുറേ ഭ്രാന്ത് ഗെയിംസൊക്കെ കളിക്കുക. അതവിടെ ഇന്നും തീർന്നു. നമ്മുടെ സ്റ്റേക്കേഷൻ ഓൾമോസ്റ്റ് തീരാറ്. 2 ദിവസമായി കുഞ്ഞ് വന്നിട്ട് അല്ലേ? നാളെ ആകുമ്പോഴത്തേക്കും പോവാറുമായി. എന്തൊരു കഷ്ടമല്ലേ സ്റ്റേക്കേഷൻസ് ഒക്കെ ഇത്ര പെട്ടെന്നാണ് പോണേ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മളുടെ അപ്ഗ്രേഡഡ് സ്വീറ്റ് റൂം. അപ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെയും കൂടി റൂം ടൂർ ചെയ്യാമെന്ന്. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ലിവിങ് സ്പേസ് പോലെ ഉണ്ട്. ഇത് ഇതിന്റെ കൂടെ കിട്ടണല്ലോ. ഇത് എക്സ്ട്രാ വന്നത് ഞങ്ങളുടെ വന്നതാണ്. ഇല്ല നല്ലതാണ്. ഇങ്ങനെ ഞാൻ ചേച്ചി
ആ അപ്പം നമ്മുടെ റൂം ടൂർ കയറി വരുമ്പോൾ തന്നെ ഒരു കോഫി സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ലിവിങ് സ്പേസിൽ ഒരു ടി വി ഉണ്ട്, പിന്നെ സോഫയുണ്ട് ആൾക്കാർക്ക് ഇരുന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ ബെഡ്റൂം സെപ്പറേറ്റ് ആണ്. റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബേ വിൻഡോ സീറ്റിംഗ് ഉണ്ട്. പിന്നെ വാഷ്റൂം ആണെങ്കിലും അത്യാവശ്യം വലുതാണ്. സോ ഇത് നമ്മുടെ ബൊട്ടീക്ക് റൂമിൽ നിന്ന് ഒരു 20 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 30 മീറ്റർ സ്ക്വയർ കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ സ്പേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ. ഇതാണ് കേട്ടോ നമ്മളുടെ ബാൽക്കണി. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു റൂം. ഇത് ബീച്ചിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല തിരയുടെ ഒക്കെ സൗണ്ട് കേൾക്കാം രാത്രി ശ്രദ്ധിച്ചാൽ. നീ പൊട്ടറാ, നീ പൊട്ട്. നമ്മളുടെ ഒരു ഫേവറേറ്റ് ഗെയിം ഉണ്ട്, എക്സ്പ്ലോഡിങ് കിറ്റൻസ് എന്ന് പറയും. അതാണ് കളിച്ചുകൊണ്ടിരിക്കണേ. രാത്രി സമയം ഒരു 2 മണി ആയിട്ടുണ്ടാവും. എന്നിട്ടും കണ്ണും മേടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് സ്നീക്കിൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ബീച്ചിലൊന്ന് നടക്കാൻ ഇറങ്ങിട്ടോ. ഇവിടെ ശരിക്കും രാത്രി ആരും അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ ഞങ്ങൾ ചെറുതായിട്ട് സെക്യൂരിറ്റീൻ്റെ കണ്ണ് വെട്ടിച്ച് ജസ്റ്റ് അടുത്തേക്ക് പോയി. ഒരുപാട് അടുത്തേക്കല്ല, എന്നാലും ആ ഒരു ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങി. നല്ല സുഖമുണ്ടായിട്ടോ ഇവിടെ നിന്ന് ആ കാറ്റ് കൊള്ളാൻ. കുറച്ചു നേരം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിന്ന് എല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോയിട്ടോ കിടന്നുറങ്ങാൻ. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ലാസ്റ്റ് ഡേ ഇൻ ദ റിസോർട്ടാണ്. നമ്മൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് കിടിലായിട്ട് ഉറങ്ങിയിട്ടോ. ഇന്നലെ രാത്രി എത്ര മണിക്കാണ്? 3 മണിയായില്ലേ കിടക്കാൻ? 3 മണിക്ക് കിടന്നിട്ട് നമ്മളിത് ഒരു 8:30 ആയപ്പോൾ എണീറ്റു. രാവിലെ തന്നെ എനിക്കൊരു തോന്നല നമുക്കൊന്ന് ബീച്ചൊന്ന് കാണാൻ പോയാലോ എന്ന്. സൺറൈസ് ഇവിടെ കാണില്ലല്ലോ അല്ലേ? സൺസെറ്റ് അല്ലേ ഇവിടെ? ആ, സൺസെറ്റ് സ്ഥലത്താകുമ്പോൾ സൺറൈസ് കാണില്ലല്ലോ. അപ്പം ഒന്ന് കുട്ടീനെയും പൊക്കിയെടുത്ത് നമ്മളിത് ഒരു നടത്തത്തിന് പോയിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കാൻ തോന്നുന്നു. നമുക്ക് ചുമ്മാ ഒന്ന് ബീച്ചൊക്കെ കണ്ടു വരാം. ഇപ്പോൾ ആരും അധികം ഉണ്ടാവില്ലല്ലോ ബീച്ചിൽ. സോ ഐ തോട്ട് ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് നേരം തിരയൊക്കെ അടിക്കണ കേട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോകാമെന്ന്. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും പോലെ ബീച്ചിലൊരു മനുഷ്യക്കുഞ്ഞുണ്ടായിരുന്നല്ലേ കേട്ടോ. കുറച്ച് പട്ടിക്കുട്ടന്മാർ അവിടെ ഇവിടെയും കിടപ്പുണ്ടായിരുന്നു, അത്ര തന്നെ. അപ്പോൾ ദി എൻറ്റയർ ബീച്ച് വാസ് ടു ഓർസെൽവ്സ്. എത്ര നേരം വേണമെങ്കിലും ഈ തിരയടിക്കുന്ന കേട്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ സെൻ മോഡിലേക്ക് പോയി കുറേ ചിന്തകളും ആലോചനകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. വൈഷുവിനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ സൺസെറ്റ്, സെൻ മോഡ്, അങ്ങനെ ഇരിക്കണേ. ഇവിടെയൊന്നും ആരെയും കാണാനുണ്ടായില്ല കേട്ടോ. എല്ലാവർക്കും ലേറ്റ് മോർണിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ നിന്നിട്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രഞ്ചിന് പോകണം. ഇന്നലത്തെ ഇത് തന്നെയായിരുന്നോ? സ്വീറ്റ് ബാൻ. കുറേ ഗോവൻ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചെടുത്തു. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ യൂഷ്വൽസ് ആയ പൊങ്കൽ ഉണ്ടായിരുന്നു, ഉപ്മ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ്. സ്വീറ്റ് ബൺ വെച്ചിട്ടുണ്ട്, പിന്നെ പൂരി ഉണ്ട്, ബാജി ഉണ്ട്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. ദഹി വട, പാവ് ബാജി ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയൊക്കെയോ കുറച്ച് എടുത്തിട്ടുണ്ടെന്ന് ട്രൈ ചെയ്യാൻ. സ്വീറ്റ് ആണോ അത്? ലഞ്ചാ. മെതുവട, കോഫി, ടീ, സീരിയൽ സ്റ്റേഷൻ. കോഫി ടീ സ്റ്റേഷൻ ഉണ്ട്, സീരിയൽ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ കോണ്ടിമെന്റ്സ് ഉണ്ട്, എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാൻ. യോഗേർട്ട് ഉണ്ട് പലതരത്തിലുള്ള. പിന്നെ നമ്മുടെ കോൾഡ് കട്ട്സ് ഉണ്ട്, ചീസിൻ്റെ വേറെ കോൾഡ് കട്ട്സ്. പിന്നെ നമ്മുടെ ഡെസേർട്ട് സ്റ്റേഷൻ ഉണ്ട്, ബനാന കേക്ക് ഉണ്ട്, മാംഗോ കേക്ക് ഉണ്ടായിട്ടോ, അത് അടിപൊളിയായിരുന്നു. പിന്നെ മഫൻ ഉണ്ട്. പിന്നെ അവർ റൂമിൽ വെച്ചിരുന്ന ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്രനോല ബാർ പോലെ ഇരിക്കും. പിന്നെ നമ്മുടെ സിനമൻ റോള്, ഡേനിഷ് ക്രിസോൺ, അങ്ങനെ കുറേ ഐറ്റംസ്. ഡോനട്ട്, ചോക്ലേറ്റ് ഡോനട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സ്വീറ്റ് ഇടയ്ക്കേ കഴിക്കാൻ പറ്റുള്ളൂ, ഇടയ്ക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വൈഷു കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രെഡിൻ്റെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ജാം ഉണ്ട്, ബട്ടർ ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ജ്യൂസ് വെച്ചിട്ടുണ്ട്,
ക്രാൻബെറി ഉണ്ടായിരുന്നു, പിന്നെ ഡീടോക്സ് ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറേ. പിന്നെ ഇവിടെ ഫ്രൂട്ട് സ്ലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സെക്ഷനും. അപ്പോൾ ഓവറോൾ നല്ലൊരു ബുഫേ സ്പ്രെഡ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇഡ്ഡലി സാമ്പാർ ചട്നി അങ്ങനത്തെ കുറേ സംഭവങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇത്തിരി ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ തന്നെ ഒരുപാട് സ്വീറ്റ്സ് ഒന്നും അടിച്ച് കയറ്റണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് ഇഡ്ഡലിയൊക്കെ എടുത്തു. പിന്നെ ഒരു പൂരി എടുത്തിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരെണ്ണല്ലേ എടുത്തല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ലൈവ് കൗണ്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ദോശ സ്റ്റേഷൻ ഉണ്ട്, പല ടൈപ്സ് ഓഫ് ദോശ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഫ്രൈഡ് ബേക്കൺ, സോസേജസ്, ബോയിൽഡ് എഗ്, പിന്നെ ക്രീമി മഷ്റൂം സോസ്, പിന്നെ ബേക്ക്ഡ് ബീൻസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായി കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം വേറെ കുറേ സാധനങ്ങൾ കഴിക്കേണ്ടിയിരുന്നത് കൊണ്ട്. പിന്നെ ബേക്ക് ടൊമാറ്റോസ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത കുറച്ച് ഐറ്റംസ്. പിന്നെ ലൈവ് കൗണ്ടറിന് പാൻ കേക്ക്സും എഗ്സും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് വരും. പിന്നെ പറാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല പനീർ പറാട്ടയായിരുന്നു, അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചേട്ടനും കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു, പക്ഷെ അവർ വരുന്നുണ്ട്. ഇനി കുറച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി ആവാം. കളിച്ചില്ലേ മാഞ്ചസ്റ്റർ കളിച്ചില്ലേ? Relegation is what? So he is Chelsea for context, and Chelsea won. Chelsea. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ ചോദിക്കുന്ന പോലെയാ. ഓ വാവ്, two hardcore fans fighting. ഭാഗ്യം ഇന്നലെ വല്ല ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ ഈ സൈഡ് വന്നിട്ട് ഇവ പൂക്കൾ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് അപ്പ ജയിച്ചു. അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്, അല്ലാതെ വേറെ ക്ലബ് ഫ്യൂച്ചറിൽ ജയിക്കുമായിരിക്കും എന്ന് വിചാരിച്ചതല്ല. നിന്റെ പോലെയല്ല ഏട്ടാ. ആ സമയത്തിൽ ഒരു വിന്നിംഗ് സ്ട്രോക്ക് എടുത്തു അലക്സ് ഫെർഗസൺ തന്നു അങ്ങനെ 2 ദിവസത്തെ സ്റ്റേക്കേഷന് ശേഷം നമ്മൾ ഇതേ ചെക്കൗട്ട് ചെയ്യാണ് കേട്ടോ. 2 റൂംസ് ചെക്കൗട്ട് ചെയ്യാണ്. 3rd റൂം നമ്മൾ ഒരു 4 o'clock വരെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ ഫ്ലൈറ്റ് രാത്രിയാണ്, അപ്പോൾ അത് വരെ ചില്ല് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകും. ഇതാണ് പ്ലാൻ. ചോറി എന്ന് തീരും എനിക്ക് മനസ്സിലാവുന്നില്ല. ജയിക്കേണ്ടിയിരുന്നത് ഫോർ ഷോർ, പക്ഷെ ജയിച്ചില്ലല്ലോ. നമ്മളിവിടുന്ന് ഇറങ്ങുകയായി. സമയം എത്രയായി? 3:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാം, ഒരു ലേറ്റ് ലഞ്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. സോ ഇതാണ് പ്ലാൻ. നമ്മളുടെ ക്യാബ് ഇവിടുന്ന് തന്നെ കോൺസിയേഴ്സിൽ വിളിച്ചിട്ട് ക്യാബ് അറേഞ്ച് ചെയ്തു. സോ സാധനങ്ങളൊക്കെ അവർ ലോഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഇപ്പോൾ റിസപ്ഷൻ അങ്ങടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫിഷർമെൻസ് വാഫിലാണ് നമ്മളുടെ ലഞ്ച്. അജയ് ചേട്ടൻ ഇവിടെ പഠിച്ച് വളർന്ന ആളായതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര മെമ്മറീസാണ് ഈ സ്ഥലങ്ങളെ കൊണ്ട്. സോ വി തോട്ട് പുള്ളീൻ്റെ മെമ്മറി ലെയിനിലൂടെ നമ്മളും ട്രാവൽ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഒരു 1.5 hours ആണ് കേട്ടോ ഡ്രൈവ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇവിടെ നിന്നും തുഴിക്കാൻ പറ്റും കേട്ടോ. തുഴിക്കാൻ പറ്റത്തില്ല, ഇടിക്കാൻ പറ്റും. 6 hours. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫിഷർമെൻസ് വാഫിലാണ് കേട്ടോ കഴിക്കാൻ വന്നത് ലഞ്ച്. എല്ലാവരും പറയുമായിരുന്നു കേട്ടോ, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഗോവ വൈബ്, പ്രോപ്പർ ഒരു ഗോവ വൈബ് തോന്നണുണ്ടായിന്ന്.
പിന്നെ നിന്നെ കൈ കഴുകണേ എന്നാ പിന്നെ മുഴുവൻ കഴിച്ച് കഴിക്കാൻ പോലെ. പിന്നെ അജിച്ചേട്ടന് നൊസ്റ്റാൾജിയ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ ഡിഷസ് ഓർഡർ ചെയ്തു കേട്ടോ. അത് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അഭിപ്രായം മാറും എന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ നല്ല ഫുഡായിരുന്നു കഴിച്ച സമയത്ത്. നമ്മൾ മട്ടൻ കറി, പ്രോൺസ്, നമ്മുടെ സെയിം കേരള കോക്കനട്ട് ഫിഷ് കറി പോലെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ലഞ്ച് ആയി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് ലേറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അജിച്ചേട്ടന് 7:30ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. നല്ല മഴ പിടിക്കുന്നുണ്ട്. എന്താവും മുള്ളണം, ചുച്ചു പോണം. ആ സമയം 5:30. അജിച്ചേട്ടന്റെ ഫ്ലൈറ്റ് ഇസ് അറ്റ് 7:30. Will we get the flight? That is the question. എനിക്ക് തോന്നുന്നില്ല. വൈഷു വാസ് പ്രേയിങ് ഹാർഡ് ബിക്കോസ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് സെക്കൻഡ് പോയിട്ട് ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്ക് ഓടി പിടിക്കുന്നതാണ്. എന്ത് സാധനം? ഇവിടുത്തെ എന്തൊരു കിള്ള റോഡല്ലേ, വിശാലമായി ഇങ്ങനെ മുന്നിൽ പരന്ന് കിടക്കുക. ഞങ്ങൾ ഡ്രൈവർ ചേട്ടനായിരുന്നു ടെൻഷൻ. 100-110 വിടുമായിരുന്നു ഞങ്ങൾ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫ്ലൈറ്റ് കയറേണ്ട അജയചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷെ പുള്ളിക്ക് തെറ്റിയില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഞങ്ങൾ വെൽ ബിഫോർ ടൈം എയർപോർട്ടിൽ എത്തിയിട്ട്. ഇതാണ് ഒരു വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് സീൻ. നമ്മൾ ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ അതങ്ങോട്ട് മറയ്ക്കാൻ നോക്കുകയാണ്. പക്ഷെ ആക്ച്വലി നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ഇറ്റ് വാസ് വെരി ഫൺ ദീസ് 2 days. അപ്പോൾ അതേ എല്ലാവരും അവരുടെ ഗുഡ് ബൈസ് ഒക്കെ പറയുകയാണ്. അജിച്ചേട്ടൻ മാത്രമേ ഒറ്റയ്ക്ക് പോകണുള്ളൂ ചെന്നൈക്ക് തിരിച്ച്. എനിക്ക് എറണാകുളത്തേക്കാണ്, അജിച്ചി അഖിലേട്ടൻ്റെയും കൂടെ. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂർക്ക്. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്ലൈറ്റ് ഏകദേശം സെയിം ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. നമ്മളിത് പെട്ടിയൊക്കെ ഒന്ന് വേ ചെയ്തു. എല്ലാം പ്രോപ്പർ വെയിറ്റ് അല്ലേ എന്നൊക്കെ നോക്കി ഒന്നുകൂടി. ഇനി നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഹായ് ബോയ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മളിതേ ലൗഞ്ചിലേക്ക് പോകാൻ പോവാണ്. വൈഷു ഓൾറെഡി പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡീസൻറ്റ് ലൗഞ്ചാന്ന് പറഞ്ഞു. സോ നമുക്കിനി 10:30ക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ ഇത്രയും നേരത്തെ പോകുന്നത് അജിച്ചേട്ടന് നേരത്തെ ഫ്ലൈറ്റിലോണ്ടാണ്. പുള്ളിനെ കയറ്റി വിട്ടു, പുള്ളിനെ പാക്ക് ചെയ്തു. നമ്മുടെ ചെക്കിനും കഴിഞ്ഞു. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ലൗഞ്ചിൽ ചെന്നിരുന്ന് ചിൽ മാഡലാം. അതിനിടയ്ക്ക് എനിക്ക് വയറിന് എന്തോ നല്ല പണി കിട്ടിയിട്ടുണ്ട്, കാര്യമായിട്ട് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്. നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഗുഡ് ബൈസ് ഒക്കെ പറഞ്ഞിട്ട് ദേ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പുതിയ വണ്ടി ഇട്ട് നമ്മൾ കൊച്ചിയിലേക്ക് കാണുന്നതായിരിക്കും. അങ്ങനെ കിടില ഒരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് നമ്മുടെ റൂട്ടീൻ ലൈഫിലേക്ക്. കുഞ്ഞു ഹൗ വാസ് ഇറ്റ്? പെട്ടെന്ന് അതെപ്പോഴുമുള്ള നല്ല പെയിന്റിങ്. അതെപ്പോഴുള്ള സംഭവമല്ലേ, പെട്ടെന്ന് വെക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. പക്ഷെ വെക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ഇല്ലേ, അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ്. വെക്കേഷൻ ഇതിങ്ങനെ പോവും, അത് കഴിഞ്ഞിട്ട് പിന്നെയും നെക്സ്റ്റ് വെക്കേഷനുള്ള വെയിറ്റാണ് ദ ലോങ്ങസ്റ്റ്. അപ്പോൾ അവരോടൊക്കെ ബബായി പറഞ്ഞ് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ മിക്സ്ഡ് ഇമോഷൻസ്. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്, പക്ഷേ ഇനി ഇവരെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ എന്നുള്ള സങ്കടമുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, കാരണം അതുള്ളതുകൊണ്ടാണല്ലോ ഇതുള്ളത്. അതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടീൻ ലൈഫ് വേണമല്ലോ. അങ്ങനെയാണെങ്കിലല്ലേ ഒരു മാറ്റം വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡിഫറൻസ് തോന്നുള്ളൂ. സോ എനിക്ക് ഭയങ്കര ടയർഡുമാണ്, വയറും സുഖമില്ല, ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ. എങ്ങനെയെങ്കിലുമൊക്കെ വീടെത്തിയാൽ മതി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. വൈഷു ആണെങ്കിൽ കയറിയപ്പോൾ തൊട്ട് വായും പൊളിച്ചിടന്ന് ഉറങ്ങുകയാണ്. എനിക്കാണെങ്കിൽ വയറ്റിൽ ഗുളു ആവുന്നതുകൊണ്ട് ലാൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. ലാൻഡഡ് ഇൻ ബാംഗ്ലൂർ. എൻ്റെ അവസ്ഥ അത്യാവശ്യം പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വയ്യ, ഗ്യാസൊക്കെ കയറിയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട്. വൈഷുദേ ബാഗേജ് കളക്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഉറങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല, ബിക്കോസ് നല്ല അവസ്ഥയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് അവർ വെക്കേഷൻ. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് നമ്മൾക്ക് വീട്ടിലേക്ക്. അപ്പോൾ ബാഗ്സ് കളക്ട് ചെയ്തു. വൈഷു എന്നിട്ട് ഒന്ന് ക്വിക്ക് വാഷ്റൂം ടൂറിന് പോയിരിക്കുകയാണ്.
അല്ല വാഷ്റൂം വിസിറ്റിന് പോയിരിക്കുകയാണ്. പുള്ളിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ വായി നോക്കിയിരിക്കാം. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ എയർപോർട്ടിൽ ഇരുന്നിട്ട്, ലൈക്ക് എന്തോരം പേര് ചിലപ്പോൾ ടെൻഷൻ അടിച്ച് പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നാട്ടിലേക്ക് പോകുന്നവരുണ്ടാവും, വെക്കേഷൻ കഴിഞ്ഞ് വരുന്നവരുണ്ടാവും സങ്കടപ്പെട്ട്, ഓർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. സോ ഒരുപാട് ഇമോഷൻസ് ഫില്ല് ചെയ്ത് ഒരു പ്ലേസ് ആണല്ലോ ഈ എയർപോർട്ട്. റാൻഡം തോട്ട്സ്. ഇനി എന്താ, നമ്മൾ ക്യാബിൽ കയറുന്നു, വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.